ഈ ഒരു വാക്ക് പറയാതെ ഇവിടുന്ന് പോയാൽ ഒരു അതൃപ്തി നേരിടുന്നുണ്ട്. കാരണം ഒട്ടും അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു എന്താ പറയാ ഇങ്ങനെ ഒരു ആളുകൾ അവിടെ താമസിക്കുന്നുണ്ടെന്ന്. ശരിക്കും പറഞ്ഞാല് ഗോപിച്ചേട്ടൻ പറഞ്ഞു, എന്നോട് പറഞ്ഞു ഒന്ന് പോയിട്ട് മയത്തിൽ സംസാരിക്കണം എന്ന് പറഞ്ഞു. അത് പിന്നെ നമുക്ക് നൈസർഗികമായി കിട്ടിയ ഒരു ഇതായതുകൊണ്ട് ഞാൻ പോയി വളരെ മയത്തിൽ സംസാരിച്ചു. അവരോട് ചോദിച്ചപ്പം സത്യം പറഞ്ഞാല് നമ്മളൊക്കെ എവിടെയാ കിടക്കണമെന്ന് ഞാൻ ചിന്തിച്ചു കേട്ടോ. ശരിക്കും ദൈവത്തിന്റെ എന്താ പറയാ പ്രതിച്ഛായയായ ഒരു മുഖം. അവിടെ ഒരു വയ്യാത്ത ചേച്ചി, ഓട്ടിസം ആണെന്നറിയില്ല, ജന്മനാല് ചെവി കേൾക്കില്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ആ ഭക്ഷണം കൊണ്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞൊരു വാക്കുണ്ട്, ആ അമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, ചാനലിലൊക്കെ അവര് ഫേമസ് ആയിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ അമ്മ പറഞ്ഞൊരു വാക്ക്, ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടംപോലെ പരിപാടികൾ എല്ലാ ആഴ്ചയും നടത്തുന്നുണ്ട് മോളെ, ഇന്ന് വരെ ഒരാള് ഞങ്ങൾക്കൊരു ഭക്ഷണം തന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാന്, ഐശ്വര്യ, അങ്ങനെ തങ്കമണി ചേച്ചി, ചേട്ടൻ, വിഷ്ണു, ഞങ്ങൾ എല്ലാവരും ചെന്നു. പിന്നെ എനിക്ക് ഒന്നും കൂടെ പോകാൻ തോന്നി, ഞാൻ ചെന്നു. ഞാനൊരു വാഗ്ദാനം കൂടി കൊടുത്തിട്ടാണ് അമ്മ വന്നത്, ഇനിയും വരും അമ്മ, നിങ്ങൾക്ക് ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് എന്താണോ അത് ചെയ്യും. പ്രിയമുള്ളവരെ, എനിക്ക് ഒരു കാര്യം കൂടി പറയട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കണം. എൻ്റെ മോന് ചിലപ്പോൾ ഈശ്വരനെ അനുഗ്രഹിച്ചാൽ 2 മാസത്തിലുള്ള PhD ക്വാളിഫൈഡ് ആയിട്ടുണ്ട്, അവനൊരു ജോബ് കിട്ടും. അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞൊരു വാക്ക്, അമ്മ അമ്പലത്തിൽ കൊണ്ടുപോയി കളയാൻ ഞാൻ പൈസ തരില്ല, അതുപോലെ ആർഭാടങ്ങളൊന്നും വേണ്ട, നമുക്ക് നമ്മുടെ ചുറ്റും കാണുന്ന ഒരുപാട് വേദനിക്കുന്ന ഹൃദയങ്ങൾ, വിശക്കുന്ന ഹൃദയങ്ങളുണ്ട്, അവരെ സംരക്ഷിക്കാൻ ഒരു തുക അമ്മയെ ഞാൻ ഏൽപ്പിക്കുമെന്ന് എൻ്റെ പൊന്നു മക്കൾ 2 പേരും ഒരുപോലെ പറഞ്ഞിട്ടുണ്ട്. അത് സത്യമാകാൻ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം. അമ്മ അതിനു വേണ്ടി അനുഗ്രഹിക്കണം. പിന്നെ പറയാനുള്ള എല്ലാ ശൈലിയോടെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഓരോരുത്തർ ചിന്തിക്കുക, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ യഥാർത്ഥം ജീവിക്കുന്നത്. അപ്പോൾ സമയം വൈകിപ്പിക്കാൻ സമയമായി. കാരണം വിഷ്ണുവിന് ഇവിടെ പിന്നെ വഞ്ചിപ്പാട്ട് ടീമിൽ, അതായത് ചങ്ങനാശ്ശേരിക്കാരെ ബസ് എത്തിക്കാനുണ്ട്. അപ്പൊ എല്ലാവർക്കും എന്താ പറയാ, ഒത്തിരി സ്നേഹത്തോട് ഹൃദയത്തിന്റെ ഭാഷ നന്ദി രേഖപ്പെടുത്തിയാണ്. ഈ സ്നേഹം എന്നും നമ്മുടെ സർവേ കുടുംബത്തിൽ ഉണ്ടാകണമെന്ന് മാത്രമല്ല, ആരും വിട്ടു പോകരുത് കേട്ടോ. ഇന്നൊരാൾ പോകുമ്പോൾ അനുഭവിക്കുന്ന വേദന എനിക്കേ അറിയത്തുള്ളൂ. ഇന്ന് റിജേഷ് എന്നൊരു ഒറ്റ വ്യക്തി, റിജേഷ് മിഷൻ അതൊരു ഭയങ്കര വിഷമമാണ്. ആ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഇവിടെ നിന്നല്ല മേളം, അവരിവിടെ ഓടും. ശരിക്കും ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. റിജേഷിന്റെ അന്വേഷണം പറയാട്ടോ, എനിക്ക് ഭയങ്കര വിഷമായി പോയി അവരില്ലാത്തത്. അതെന്തോ ഒരു പ്രത്യേക ബന്ധമായിരുന്നു. ഇപ്പൊ എന്തേലും പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. അതേമാതിരി തന്നെ ഇപ്പൊ പേരെടുത്ത് പറഞ്ഞിട്ടില്ല, എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും അതാ ഓക്കെ. അപ്പൊ എന്തായാലും ഓരോന്നോരോന്ന് ഓർമ്മിക്കുന്നുണ്ട്. അതായത് ആ വ്യക്തികൾ, അവിടെ കിടക്കുന്ന പാവങ്ങള് ചുരമല ദുരന്തത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടവരാണല്ലോ. അതേമാതിരി നമ്മുടെ നല്ല പറഞ്ഞ് ഓർക്കണ്ട, പ്രളയത്തിലില്ലേ നമുക്ക് ഓർക്കാൻ പോലും പറ്റില്ല. പ്രളയത്തിൽ ഇങ്ങനെ ഓരോ ഭാഗം മുങ്ങി അവസാനം ഇവിടം വരെ എത്തിയപ്പോ ഹസ്ബൻഡിന് തട്ടിക്കൊണ്ടുപോയി എന്നുള്ള കാര്യം പറഞ്ഞു. അതൊക്കെ നമുക്ക് വിചാരിക്കാനേ പറ്റില്ല. അപ്പൊ നമ്മളെപ്പോഴും ദശാംശം കൊടുക്കുന്നത്, അത് പറഞ്ഞ് നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നുണ്ട്. ക്രിസ്ത്യൻ കുട്ടികൾ അധികം ഇല്ല, എങ്കിലും പറയാണ് ദശാംശം എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, നമുക്ക് 10 പൈസ കിട്ടിയാല്, 10 രൂപ കിട്ടിയാൽ 100 രൂപ കിട്ടി, നമുക്ക് 10 രൂപ ഒരാൾക്ക് കൊടുത്താൽ ഈശ്വരൻ അത് 10 മടങ്ങായി തിരിച്ചത് ജീവിതത്തിൽ ദിവസം അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ. ഇതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് കുറെ ഉണ്ടായിട്ട് നമ്മൾ ചെയ്ത് ശീലിക്കണം. നമ്മൾ മറ്റുള്ളവരുടെ കണ്ണീര് കാണാൻ ശ്രമിക്കണം. അവിടെയാണ് നമ്മളോട് ഈശ്വരൻ ഉണ്ടാവുക. അപ്പൊ ഈ സർവീസിനോടൊപ്പം പ്രവർത്തിച്ച എല്ലാവർക്കും, സർവീസിലെ അംഗങ്ങൾക്കും, സർവീസിലെ ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും എൻ്റെ കുടുംബ ബന്ധങ്ങൾക്കും ഒക്കെ സന്തോഷമാണ്. എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടെ നന്ദി രേഖപ്പെടുത്തിയാണ്. ഇനിയും നമുക്ക് കണ്ടുമുട്ടിയേ പറ്റുള്ളൂ. ഇത് തുടർക്കഥയായി മാറണം കേട്ടോ. ഇത് അടുത്ത വർഷം ദൈവം സഹായിച്ച് ഇനിയും കൂടുതൽ ആളുകൾ കണ്ടുമുട്ടാൻ സാധിക്കട്ടെ. അപ്പൊ എന്തായാലും ഭരതന് ഒത്തിരി സന്തോഷം. കാരണം ഇത്ര ലേറ്റ് ആയിട്ട് എന്നെ ഇട്ടിട്ട് പോയിട്ടില്ല. അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അതൊരു ടീച്ചർ ബന്ധാന്ന് തോന്നുന്നു. ഞങ്ങൾ കുറച്ച് അധ്യാപകരുണ്ട് ഇതിനകത്ത്, അതുകൊണ്ടായിരിക്കും അതിൽ ഒത്തിരി സന്തോഷം. ഇനി ആരെങ്കിലും നമ്മുടെ സജി എല്ലാവരും ബിബിനെ, എന്റെ ദൈവമേ എനിക്ക് വയ്യ. അപ്പൊ എല്ലാവർക്കും പോരെ. അപ്പൊ എല്ലാവർക്കും ഇനി പങ്കെടുത്ത എല്ലാവർക്കും, സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, ഇതെല്ലാം ഒരുക്കി തന്നാണ് ഇപ്പോൾ നോക്കണം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുകയാണ്. പിന്നെ പൂക്കളം, കേക്ക് ഇല്ലേ, കേക്ക് ഉണ്ടാക്കി തന്നവര്, എൻ്റെ അമ്മയും മൊമ്മൻ്റോ, അയ്യോ പ്രത്യേകം നന്ദി പറയാനുണ്ട്. എൻ്റെ സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ് ടു രസ്ന. എൻ്റെ കൂടെ ഓടാനായിട്ട് മാസങ്ങളോളായിട്ട് പാവ രസ്നയാണ് ഇതിന്റെ മൊമ്മന്റെ വർക്ക് മുഴുവൻ ചെയ്തത്. രസ്ന പോയി തോന്നില്ല. രസ്നയുടെ കടയിൽ ഞങ്ങൾ ഇന്നിരുന്ന് ഞാനും രസ്നയുടെ എത്ര ദിവസം വെട്ടിക്കുറയ്ക്കണോ, ഒടിച്ചു വരണോ, അപ്പോഴേക്കും ഒരാളോട് ഇല്ലാതെ, അത് മാറ്റുന്ന അപ്പോഴത്തേക്കും വേറൊരാളും ഇല്ലാതെ ഇങ്ങനെ കുറെ നാടി. പക്ഷെ എന്നാലും അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. രസമൊക്കെ ഒത്തിരി നന്ദി കേട്ടോ. നന്ദി പറഞ്ഞാൽ തീരില്ല. ഞങ്ങൾ കുടുംബശ്രീ അംഗങ്ങളും കൂടെയാണ്. അപ്പൊ അതിൽ വേറെ ബന്ധം. അപ്പൊ ഇങ്ങനെ എല്ലാവർക്കും
പങ്കെടുത്ത എല്ലാവർക്കും ഇനി ഇതുപോലെ തന്നെ എല്ലാ അവസരങ്ങളും നമ്മൾ കൂട്ടായിട്ടുണ്ടാവണം. ഈ സ്നേഹം ഉണ്ടാവണം, ഒരിക്കലും വെറുപ്പുണ്ടാവില്ല. സംഗീതം നല്ല ഗീതമാണ്. അപ്പൊ സ്വർലയത്തിന് എല്ലാവർക്കും നന്മയുടെയും സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും നിർഗുണമായ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഹൃദയത്തിന്റെ ഭാഷയിൽ കൂടെ നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. താങ്ക് യു.